ഗ്ലാസ് ബ്രിഡ്ജ് നോട്ട്ബുക്കുകളുടെ ഫ്രെയിം പോലത്തെ സ്ഥലം. മോർണിംഗ് വാക്കിന് നടന്നത് ഇറങ്ങി. ഇതാണ് റൂം. നമ്മുടെ രണ്ടാമത്തെ ദിവസം നമ്മുടെ റൂമിൻ്റെ പുറത്തുള്ള കാഴ്ച ചെയ്തിട്ടാ. കോട മൂടിയിട്ടൊന്നും കാണുന്നില്ല. കൂടെല്ലാം ഇവിടെ ഉണ്ട്. ഫുള്ള് കോട 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 കോട. ഒരു മോർണിംഗ് വാക്കിന് നടന്നതാ ഇറങ്ങി. നല്ല രസമുണ്ട്. ഇവിടെയാണ് ഗ്ലാസ് ബ്രിഡ്ജിട്ടാ. ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അടുത്ത് പോയാൽ അസിവേ ഇല്ല, കോടയാൽ മൂടപ്പെട്ട റിസോർട്ട്. ബാച്ചിലേഴ്സിന് കാണിക്കണമെന്നുണ്ട്. പക്ഷേ ഈ റിസോർട്ട് നമുക്ക് ബാച്ചിലേഴ്സിന് റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല. ബാച്ചിലേഴ്സിന് 100% റെക്കമെൻഡ്. പക്ഷേ ഫാമിലി എന്താ ഫാമിലിക്ക് പറ്റൂല. പക്ഷേ ബാച്ചിലേഴ്സിനൊക്കെ ബാച്ചിലേഴ്സിനോ കാരണം ബാച്ചിലേഴ്സിൻ്റെ ഒച്ചപ്പാടുകൊണ്ട് ഗ്ലാസ് ബ്രിഡ്ജ്. ഇത് കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ള വ്യൂ കാണാം. ഇപ്പോൾ വ്യൂ ഉണ്ടേ. അങ്ങനെ നമ്മുടെ ഇസ്മായിലിൻ്റെ നേതൃത്വത്തിൽ ട്രക്കിങ് രാവിലെ 6 മണിയൊക്കെയാണ്. സൺറൈസ് ആയിരുന്നു. ഓ ഇതാ സൈഡായി ഇപ്പം തന്നെ. ഓട്ടോ കയറി ആകെ 2ാം ദിനം പുരോഗമിച്ചുകൊണ്ടിരിക്കുക. ഇത് ഓടിയാകായിരുന്നു. എന്താ എനർജി. അങ്ങനെ അടുത്ത് മേലെ വരെ ഓടിയാൽ ഞാൻ അങ്ങനെ അതാവൂല. ഫസ്റ്റ് എത്താൻ നോക്കാം. ഫസ്റ്റ് എത്താനോ നോക്കൂല. തരാന്ന് വെച്ചാ പുയ്യ വിട്ട് തരും. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് ഇവിടെ ഫ്രീ. അതാ പ്രിയ ലൈഫിൽ ഇങ്ങനെയെല്ലാം വരാൻ പറ്റുമോ നോക്കാം കേട്ടാ. നാട്ടിൽ ഇങ്ങനെ കിടന്നുറങ്ങിയാൽ നടക്കൂലേ. വന്നോ ക്യാപ്റ്റൻ ഉന്നു പറഞ്ഞാക്കി. സൺറൈസ് വീഡിയോ എടുത്ത ഹൈറ്റിലുള്ള റിസോർട്ടിൽ നമ്മളുള്ള വേൾഡിൽ ഏറ്റവും ഹൈറ്റിലുള്ള. ബുക്ക് ചെയ്ത ഞാൻ ബുക്ക് ചെയ്ത അതിന്റെ ക്വാളിറ്റി ഇല്ല. റിസോർട്ട് ലക്ഷറിയസ് പ്രീമിയം ഇല്ല. സോറി സൂപ്പർ നല്ല റിസോർട്ട്. ബ്രേക്ക് കിട്ടുന്നില്ല. ഇതാണ് ഗ്ലാസ് ബ്രിഡ്ജ്. ഈ റിസോർട്ടിലെ മെയിൻ അട്രാക്ഷൻ. നല്ല കോടയിൽ മുങ്ങി നല്ല തണുപ്പിലല്ലേ. എന്താ രസോ. സൂപ്പർ. അപ്പോൾ നമ്മൾ 2ാമത്തെ ദിവസം റിസോർട്ട് ട്രിപ്പിൻ്റെ ഇപ്പം രാവിലെ 6:45 നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ വന്ന. ഇപ്പൊ എങ്ങനെ നിങ്ങളുടെ എക്സ്പീരിയൻസ് കണ്ട് സംഭവം കണ്ട് മൊത്തത്തില് റിലാക്സ് ആയില്ല? ഒരൊത്ത തണുപ്പേ ഉള്ളൂ. അത് ബുദ്ധിമുട്ടുന്ന തണുപ്പൊന്നുമില്ല. നല്ല റാത്തായ സൺറൈസ് എല്ലാം കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് നമ്മൾ കേട്ടോ. നോട്ട്ബുക്കുകളുടെ ഫ്രെയിം പോലത്തെ സ്ഥലം കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ടൈം. നിക്ക് മര്യാദയ്ക്ക് നിന്നോ. അങ്ങനെ നമ്മൾ 2ാമത്തെ ദിവസം ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നല്ല. പിന്നാക്കൾ റിസോർട്ടിൽ നിന്ന് ഇനി എന്താക്കും നമ്മൾ എങ്ങോട്ടേക്ക് നിലമ്പൂരേക്കാം. രുചി സമൃദ്ധമായ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജ് മക്കാരി. ഓക്കെ നമ്മളെ നിലമ്പൂർ കാട്ടുപോയി തേക്ക് പോയി മരങ്ങൾ തേടിയുള്ള യാത്ര. ഓക്കെ സെറ്റ്. നേരത്തെ റെഡി ഇങ്ങനെ എത്തിക്കുക. എന്നാ കുടിക്കാലോ. ടിന്നിന്റെ ഷീറ്റ് അല്ലേ. ടിൻ ഷീറ്റ് ആയിട്ടാണ് ഇത്ര ചൂട് ഉള്ളില്. നമ്മൾ ഇന്നത്തെ യാത്ര അവസാനിക്കുകയാണ്.
അങ്ങനത്തെ ഒരു വേറൊരു സ്ഥലമാണ്, നല്ല വൈഭാവം പറ്റും. പെണ്ണുങ്ങളല്ല നമ്മൾ ഇറങ്ങാൻ പോവാണ്. ആളുകളുണ്ട്. രണ്ടാമത്തെ ദിവസം അങ്ങനെ അവസാനിച്ചിനി അടുത്ത ട്രിപ്പ് കുറേ കാലം കഴിയുന്ന വിചാരിക്കുന്നത് കണ്ടിട്ട് ഹർഷാക്കാൻ്റെ എല്ലാം പരിക്ക് വെച്ചിരിക്കുന്നത്. ഹർഷാക്ക് അടുത്ത് പരിക്ക് വെച്ച് എങ്ങനെയുണ്ട് മാറിയ വായിച്ച എന്തോ ചോദിക്കട്ടെ, ഇന്റർവ്യൂ ചെയ്യട്ടെ. കാണിച്ച പരിക്ക് കാണിച്ച എത്തണം. ഇതിന്റെ പ്രതീത റീൽ ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട്. അങ്ങനെ നമ്മുടെ യാത്ര താമരശ്ശേരി ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. മനോഹരമായ കക്കാടംപൊയിലൂടെ വിട പറയുകയാണ്. റിസോർട്ടുകള് റെപ്പോർട്ടാന് കാര്യങ്ങളുണ്ട്. പോലെ പോലെ ആ റംബൂട്ടാൻ വേണ്ട, ആ റംബൂട്ടാൻ നമുക്ക് വേണ്ട പൈസ. ഞങ്ങള് മടക്കയാത്രയിലാണ്. എല്ലാവരും സങ്കടത്തിലാണ്. ഹർഷാക്കാന്റെ കാമ്പ് പൊട്ടിച്ച് ഉറക്കില്ല. ചെറിയ പീസാണോ ഫുള്ള് ഷവായി മാണ്ടി വരിക. ടൂറിന്റെ ഒരു മെയിൻ ഐശ്വര്യമാണ്. യാത്രകൾ അവസാനിക്കുന്നില്ല നമ്മുടെ ടൂർ. ഇന്നത്തെ യാത്ര താൽക്കാലികമായിട്ട് ടെമ്പററി വൈൻഡ് അപ്പ്. പൊന്നു ക്യാപ്റ്റൻ ആയിട്ടില്ല നമ്മുടെ ട്രിപ്പ് ഇവിടെ കോ പൈലറ്റുമ്പോ തന്നെയാണല്ലോ, സീറ്റുമ്പോ തന്നെ. പിന്നെ നമ്മുടെ ഫുഡ് മാനേജർ, ഫുഡില്ല മാനേജർ മിസ്റ്റർ. പിന്നെന്ന് പറഞ്ഞാൽ ഇതുവരെ ഇങ്ങനത്തെ വീഡിയോ വരാതിന് കാരണം വേറൊന്നല്ല, സൈഫൂന് ഇപ്പൊ മുന്നത്തെ സീറ്റ് കൊടുത്തത്, അതുകൊണ്ടാണ്. ഓനില്ല ഞാളെ കൂടെ ട്രിപ്പിന്. എന്നാ ഓക്കെ ബൈ.